പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. മക്കളെ, കർത്താവായ യേശു മിശിഹായേ, അങ്ങയുടെ വിശുദ്ധമായ രക്തത്താലാണല്ലോ ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങയുടെ വിശുദ്ധമായ രക്തം അങ്ങയുടെ മുൾക്കിടത്തിനൊഴുകുന്ന വിശുദ്ധമായ രക്തം തലവേദന അനുഭവിക്കുന്നവരുടെ ശിരസിലേക്ക് ഒഴുക്കണമേ. അങ്ങയുടെ കരചരണങ്ങളിലെ ആണിപ്പഴുതുകളുടെ വിശുദ്ധ രക്തത്താൽ കരചരണങ്ങളിലെ രോഗപീഠ അനുഭവിക്കുന്നവരെ അങ്ങ് പൂശണമേ. യേശുവിന്റെ നാമത്തിലെ വാതരോഗങ്ങള്, വിസർപ്പ രോഗങ്ങള്, വെരിക്കോസ് രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, തലവേദനകള് യേശു നാമത്തിലെ സൗഖ്യമാകട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറി വീരാൻ സുഖപ്പെടട്ടെ, തിരുമുറി വീരാൻ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അവന്റെ അസ്ഥികളൊന്നും അവർ നുറുക്കിയില്ലെന്ന് അനുസ്മരിച്ചുകൊണ്ട്, ആ വചനം അനുസ്മരിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്ന അസ്ഥിക്കുഴകളിലെ വേദനയുള്ളവരെ, നീരുള്ളവരെ, അസ്ഥി ദ്രവിക്കുന്നവരെ, അസ്ഥി ഉരുകുന്നവരെ യേശുനാമത്തിലെ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ ശ്രദ്ധിക്കണം. അതായത് ഇപ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് 2 മെസ്സേജ് ഉണ്ട്. ഒന്ന്, ഈ പിൻകഴുത്തിന് താഴെയുള്ള സ്ഥലങ്ങൾ വാട്സാപ്പിന് അനത്തെ അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് അതിൻ്റെ കശേരികൾ എന്ത് ഇളകിയിരിക്കുകയോ അത് നുറുങ്ങിയിരിക്കുകയോ അതുപോലെ തന്നെ അവിടെ നീര് കെട്ടിക്കിടക്കുകയോ മരവിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവരും പിൻകഴുത്തിനും മുതുകിനും മുകളിലുള്ള സ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നടുവിന് വേദനയുള്ളവരും കിഡ്നി രോഗികളും ഇപ്പോഴ് പതകിനെ താഴെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കിഡ്നി രോഗികളെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നടുവിന് വേദനയുള്ളവര്, നടുവിന് കശേരികള് ഇളകിയവര്, മുതുകിന് മരവിപ്പുള്ളവര് യേശുനാമത്തിലെ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ കോവിഡ് ബാധിച്ചവരും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടവരാണ്. ക്വാറന്റൈൻ താമസിക്കുന്നവരും
പോസിറ്റീവാക്കാൻ സാധ്യതയുണ്ടെന്ന് ശരീരത്തിൻ്റെ ശ്വാസമുട്ടൽ കൊണ്ട് തിരിച്ചറിയുന്നവരും പനി മാറാത്തവരും നെഞ്ചി കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കർത്താവ് ഈ നിമിഷം നിന്നെ സുഖപ്പെടുത്തും. പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, കോവിഡ് രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ക്വാറന്റൈൻ താമസിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ശ്വാസകോശ രോഗികളെ, വലിവ്, ശ്വാസം മുട്ടല്, ആസ്മ രോഗികളെ യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ നെഞ്ചകം കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ ശ്വാസകോശ രോഗങ്ങളെ സൗഖ്യമാകട്ടെ. മക്കളെ, ഉദര രോഗികള് അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അൾസർ രോഗികൾ, PCOD രോഗികൾ, പിസ്തുല രോഗികൾ എല്ലാം അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കണം. മക്കൾ ഇല്ലാത്തവർ അടിവെച്ച് കൈവച്ച് പ്രാർത്ഥിക്കണം. പാങ്ക്രിയാസിന് കേടുള്ളവർ ഇടത് നെഞ്ചിൻ്റെ താഴെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നീണ്ട ഉദരങ്ങളെ സ്പർശിക്കുന്നതാണ്. ഉദരത്തിൻ്റെ കുഴപ്പം കാരണം ഉറക്കമില്ലാത്തവർ, ഉദരം തട്ടിവീർത്തവർ, മഹോദ രോഗികൾ, കരൾ രോഗം മൂലം ഉദരം തട്ടിവീർത്തവർ, എങ്ങനെ ഉദര സംബന്ധമായ മുഴുവൻ രോഗികൾ കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ. അമ്മമാതാ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്ന് അമ്മ കർത്താവിൻ്റെ കാരുണ്യം നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്ന നിമിഷമാണ്. കർത്താവെ അനേകായിരം മക്കളെ അങ്ങ് സുഖപ്പെടുത്തി നന്ദി പറയുന്നു. കർത്താവെ ഇപ്പോഴും ഉദര രോഗികൾ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ഈശോ അങ്ങനെ തിരുമുറുവാണെന്ന് വരതുകരം അണിപ്രധാന അത്ഭുതകരത്ത് കർത്താവെ വയറിനെ സ്പർശിക്കണമേ. കർത്താവെ അൾസർ രോഗികൾ, പിസ്തുല രോഗികൾ, PCOD രോഗികൾ യേശു ക്രിസ്തു നാമത്തിൽ ഉദരരോഗങ്ങൾ സൗഖ്യമാകട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, പ്രഷർ രോഗികള്, ഷുഗർ രോഗികള്, ആസ്മ രോഗികൾ, എപ്പിലിപ്സി രോഗികൾ, XLE രോഗികൾ, അപസ്മാര രോഗികൾ, മാനസിക രോഗികൾ, മനസ്സംബന്ധമായി ഡിപ്രഷൻ ഇരിക്കുന്നവർ, ഒന്നും ചെയ്യാൻ പറ്റാത്തവർ, ഒന്നും ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്തവർ മക്കൾക്ക് വേണ്ടി, ശക്തിക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മാനസിക രോഗികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ഈശോ ഉള്ളംകാലം ഉച്ചവരെ കർത്താവെ, ദഹന്തുകൾ തൊട്ട് ശിഖ വരെ കർത്താവെ നിന്റെ വിശുദ്ധമായ രക്തം കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗങ്ങൾ, മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശു ക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ ഹല്ലേലൂയ. അഭിഷേകമായി മടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി മടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ചുരുപ്പിക്കണേ.
അഗ്നിയഭിഷേകമേ, ഓ അഗ്നിയഭിഷേകമേ, ഓ അഗ്നിയഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ, ഓ അഗ്നിയഭിഷേകമേ, ഓ അഗ്നിയഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മക്കളെ, തകർന്ന കുടുംബങ്ങളെയാണ് ഈശോ കാണിച്ചു തരുന്നത്. അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇനി ഒരിക്കലും ഇവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് മക്കളെ ഓർത്തിട്ടാണ് ജീവിക്കണത്. ഇനിയിപ്പോൾ അതും അടുത്തെന്ന് പറഞ്ഞുകൊണ്ട് മാനസികമായിട്ട് അകന്നുപോയ കുടുംബങ്ങളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഈ ആരാധന അതിമനോഹരമായ നിമിഷമാണ്. കർത്താവ് നിങ്ങളുടെ വേദന കാണുന്നു, നിങ്ങളുടെ കുടുംബം തകരുന്നത് കാണുന്നു. ഇപ്പോഴേ കർത്താവെ അങ്ങ് കാണിച്ചു തരുന്ന കുടുംബങ്ങൾ, തകർന്ന കുടുംബങ്ങൾ, അകന്നുപോയ കുടുംബങ്ങൾ, മക്കൾ തെറ്റായ ബന്ധത്തിൽ അകപ്പെട്ടു പോയവർ, കേസിൽ, വഴക്കിൽ, അതിർത്തി തർക്കങ്ങളിൽ എല്ലാം അകപ്പെട്ടു പോയവർ, കർത്താവെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു കാരണവുമില്ലാത്ത രീതിയിൽ ജീവിതം നിരർത്ഥകമായി പോയ മാതാപിതാക്കന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ അങ്ങയുടെ വിശുദ്ധമായ വരത്തുകാരം ആ കുടുംബങ്ങളെ തളിക്കണമേ, സ്മരിച്ചിക്കണമേ. ഈശോ, നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആ കുടുംബത്തിന് സമാധാനം ആശംസിക്കണം. നല്ല കർത്താവ്, നിന്റെ നാമത്തെ കർത്താവ് ആ കുടുംബത്തിന് അടുത്തറിയുന്ന കർത്താവ്, അങ്ങയുടെ അഭിഷേകത്തിന് അടിയൻ കർത്താവ് സമാധാനം ആശംസിക്കുന്ന യേശുക്രിസ്തു നാമത്തിൽ സമാധാനം ആശംസിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവിന് കൃപ നിറയട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഓ അഗ്നിയഭിഷേകമേ, ഓ അഗ്നിയഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ, ഓ അഗ്നിയഭിഷേകമേ, ഓ അഗ്നിയഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഭയങ്കര സംഘർഷത്തിലൂടെ പോവുകയാണ്. കാരണം ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് പലർക്കും മൊബൈലില്ല, പലർക്കും ടി വി ഇല്ല. അപ്പോഴേ കുഞ്ഞുങ്ങൾ തന്നെ വിദ്യാഭ്യാസത്തിൽ ഭയങ്കര ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു സമയമാണ്. പരീക്ഷ എഴുതിയതിന് ശേഷവും ഇപ്പോഴ് വീണ്ടും റീടെസ്റ്റ് വന്നിരിക്കുന്നു. കൊറോണ വ്യാപകമായി പോകുമ്പോഴും നമ്മൾ ഒരു വലിയ വിഷമസന്ധിയിൽ പൊതുജീവിതം സ്തംഭിക്കാൻ പോകുന്നു. പ്രധാനമന്ത്രി നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി കർക്കശ്യമാക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള എല്ലാ ഇരുട്ടിൻ്റെ എന്ത് ചെയ്യണമെന്ന് ജീവിതത്തിൽ നമ്മൾ തപ്പിത്തടയുന്ന ഒരു കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് കൊറോണയും അതോട് ബന്ധപ്പെട്ടുള്ള സാമൂഹ്യ ജീവിത തകർച്ചകളും യേശു ക്രിസ്തു നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തക്കോട്ട, രക്തക്കോട്ട, രക്തക്കോട്ട ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, രക്തക്കോട്ട, രക്തക്കോട്ട ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം, രക്തം, യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം, 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 യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മൗന പ്രാർത്ഥനയുടെ സമയമാണ്. അവസാന ആശീർവാദം, സമാപന ആശീർവാദത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോഴ് അച്ഛൻ ഇവിടെ സൂചിപ്പിക്കാത്ത എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാവുന്നതാണ്.
നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ 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 മരിയ. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജോബിറ്റ ജോയ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 ഏപ്രിൽ 21 ആദ്യമായി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം അന്ന് ഒരുപാട് പേര് സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാറുണ്ട്. ഫ്രണ്ട്സൊക്കെ പറഞ്ഞും കേട്ടുമൊക്കെയാണ് ഞാൻ വന്നത്. വന്നപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ 6 നിയോഗങ്ങൾ ഞാൻ എഴുതി ഇവിടെ സമർപ്പിച്ചിരുന്നു. എനിക്ക് ആദ്യമായി ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ ഉടനെ എനിക്ക് ആ സമയത്ത് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ വലത് കൈയിൽ ഈ ജോയിൻറ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഒരു നെല്ലിക്ക വലുപ്പത്തിലുണ്ടായിരുന്നു. കഠിനമായ വേദന ഉണ്ടായിരുന്നു. എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു കൊച്ചുണ്ട്. അപ്പോൾ കുഞ്ഞിനെ എടുത്ത് ഒരു കൈക്ക് ജോലി ചെയ്യൽ അങ്ങനെയൊക്കെ വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഡോക്ടറെയൊക്കെ കണ്ടിരുന്നു, പെയിൻ കില്ലറൊക്കെ തന്നിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പം ഞാനത് ഉടമ്പടി നിയോഗം വെച്ചിരുന്നതല്ല എങ്കിൽ പോലും എനിക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്ന കാര്യം മാതാവ് അറിഞ്ഞ് ചെയ്തതാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയ അടുത്ത ദിവസങ്ങളിൽ തന്നെ എൻ്റെ ആ മുഴയുടെ വേദന മാറി. അപ്പോൾ ആ വേദന മാറിയപ്പോൾ തന്നെ എനിക്ക് ജോലികളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും വേദനയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മറക്കും. കുറച്ച് ദിവസങ്ങൾ ഒരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പം അമ്മയോട് ഫോണിൽ സംസാരിച്ചപ്പോൾ അമ്മ ആ മുഴയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതിൽ. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, നിൻ്റെ ആ മുഴ എങ്ങനെയുണ്ടിപ്പോൾ? ഞാൻ കയ്യിൽ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ആ മുഴ അവിടെ ഇല്ല. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ മുഴയോ ചെറിയ ഒരു തടിപ്പ് പോലും ഇല്ല. അതെനിക്ക് ആദ്യം ലഭിച്ച ഒരു അനുഗ്രഹമാണ്. പിന്നീട് ഉടമ്പടി ഉപ്പ് ഞാൻ കുളിക്കുന്ന വെള്ളത്തിൽ ഇട്ട് ഉപയോഗിക്കുമായിരുന്നു. എനിക്ക് ചെറിയൊരു കൊതുക് കടിക്കുക അല്ലെങ്കിൽ ചെറിയൊരു ഈച്ചയൊക്കെ തൊടുമ്പോഴേക്കും ശരീരം വല്ലാതെ അലർജി പോലെ ചൊറിഞ്ഞ് തടിപ്പ് വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടായപ്പോൾ ആണ് ഞാൻ ഉപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അതും മാറിക്കിട്ടി. അതിനുശേഷം ഉടമ്പടി പുതുക്കിയത് 2022 ഒക്ടോബർ 1 വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. അതിനുശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു. എനിക്ക് ഒരു ജോലി വേണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനും ഭർത്താവും കുഞ്ഞും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ കുഞ്ഞിനെ ഒരിടത്ത് ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല. കുഞ്ഞിന് 1.25 ആയപ്പോഴേക്കും എനിക്കൊരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി കിട്ടി. അപ്പോൾ മാതാവിൻ്റെ സാഹചര്യം അറിഞ്ഞ് അനുഗ്രഹിച്ചതാണ്. എനിക്ക് ജോലി ലഭിച്ച സ്കൂളിൻ്റെ അടുത്തൊരു ഡേ കെയർ ഉണ്ടായിരുന്നു.
അവിടെ ആ ഡേ കെയറിൽ കുഞ്ഞിനെ ആക്കിയിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം എൻ്റെ ജോലി എനിക്ക് ശരിയാക്കി ആ ജോലിക്ക് പോകാനുള്ള എല്ലാ സഹായവും എനിക്ക് മാതാവ് ചെയ്തു തന്നു. അതോടൊപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കിണറുണ്ട്, പക്ഷേ വേനലൊക്കെ ആവുമ്പോൾ അവിടെ വെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ വീണ്ടും പല പ്രാവശ്യം ഞാൻ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ കിണർ കുഴിച്ചു നോക്കി, കുഴൽ കിണർ കുഴിച്ചു, അപ്പോഴൊന്നും വെള്ളം കിട്ടിയിട്ടില്ല. പിന്നീട് ആ സമയമായപ്പോൾ ഭർത്താവിൻ്റെ ചേട്ടൻ അവിടെ ഒരു കിണർ കുഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഈ ഉപ്പ് അമ്മ കിണറ്റിലിട് എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഈ ഉപ്പ് ഞങ്ങൾ കിണറ്റിലിട്ടു. ആ കിണറ്റിൽ ഇപ്പോഴും അന്ന് തൊട്ട് ഇന്ന് വരെ വറ്റാതെ നല്ല വെള്ളമുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി. പുതുക്കി കഴിഞ്ഞതിന് ശേഷം പുതുക്കി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സംഭവം ഉണ്ടായത്. എൻ്റെ ഭർത്താവിന് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. തലയ്ക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. തലയോട്ടിയൊക്കെ ഇപ്പോഴും പൊട്ടി ഇങ്ങനെ ചന്നം ഭിന്നമായ അവസ്ഥയാണ്. CT സ്കാനിൽ ഞാനിത് 2024 ഏപ്രിൽ 7 ഇത് സംഭവിക്കുന്നത്. ഇത് സംഭവിച്ചു ഹസ്ബൻഡ് അവർ കടയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് സംഭവിക്കുന്നത്. ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ വേറൊരാൾ ഫോൺ എടുത്ത് അറിയിച്ചു. ഞാൻ അടുത്ത വീട്ടിലെ അവർ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ ചേട്ടൻ എന്നെയും കൊച്ചിനെയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ വേറെ ഒന്നും എടുത്തില്ലെങ്കിലും എന്തോ പെട്ടെന്ന് തോന്നി ഞാൻ തൈലം എടുത്തു. മാതാവിൻ്റെ തൈലം എടുത്തുകൊണ്ടാണ് പോയത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ആളെ CT സ്കാനിന് കയറ്റിയിരിക്കുക. ഇറക്കി കൊണ്ട് വന്ന വഴിയെ കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ, ICUലാക്കുക എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ഓടിപ്പോയി തൈലം തൊട്ട് പ്രാർത്ഥിക്കുക ചെയ്തേ. ആൾക്ക് ഒരനക്കവും ഇല്ല. അപ്പോൾ വേഗം ICUലാക്കി. 2 ദിവസം 1-2 ദിവസങ്ങളിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ആളുടെ ഒരു കൈ, വലത് കൈ മാത്രം എന്തെന്നില്ലാതെ അനക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ മാത്രം. വേറൊരു ചലനങ്ങളോ കണ്ണിനൊരു ചലനമോ ഒന്നും കാണുന്നില്ല. അതിനുശേഷം പെട്ടെന്ന് 3-ാം ദിവസമായപ്പം എന്നോട് ആങ്ങളെയാണ് അവിടെ ICUവിൽ അടുത്ത് പുറത്ത് നിന്നിരുന്നത്. കുഞ്ഞുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ ICUവിൽ കയറി കാണാൻ വൈകുന്നേരം ആകുമ്പോൾ ഇന്നും ചെല്ലും. അപ്പോൾ ആങ്ങളെ പറഞ്ഞു, ഇന്ന് വരണ്ട, ആൾക്ക് ചെറിയ പനിയുണ്ട്, പുറത്തുനിന്ന് ആരെയും കയറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിനെന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയണം, പിന്നെ അല്ലെങ്കിൽ എനിക്ക് പിടി വിട്ടു പോകും എന്ന് പറഞ്ഞു. അപ്പോഴും ആരും ഒന്നും പറഞ്ഞില്ല. ഈ CT സ്കാനിൻ്റെ റിപ്പോർട്ടെല്ലാം ആങ്ങളെ വീട്ടിൽ പോലും വെച്ചില്ല. തൊട്ടടുത്ത വീട്ടിലാണിത് വെച്ചിരുന്നത്, ഞാനിത് കാണുമായിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറയാം, എനിക്ക് കൃപാസനത്തിൽ പോകണം, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം, നീ എനിക്ക് ആ റിപ്പോർട്ടൊന്ന് തരണം എന്ന് ആങ്ങളയോട് പറഞ്ഞു. അപ്പോൾ ആങ്ങളെ ആദ്യം ഒന്നും കൂട്ടാക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി എങ്ങനെയെങ്കിലും പറഞ്ഞ് ആ റിപ്പോർട്ടൊന്ന് വാങ്ങിച്ചു തരുമോ, എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം, എനിക്ക് ചേട്ടായിക്ക് വേണ്ടി അതൊക്കെ ചെയ്യണം. ഞാനപ്പോൾ അങ്ങനെ തീരുമാനിച്ചു. അവസാനം റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു. നെയ്ബേഴ്സിനെ കൂട്ടിയാണ് എന്നെ ഇവിടെ വിട്ടത്. അപ്പോൾ അവർ റിപ്പോർട്ട് കയ്യിൽ പിടിച്ചേക്കുക, എൻ്റെ കയ്യിൽ തരുന്നില്ല. ഞാനിവിടെ വന്ന് അവിടെ ക്യൂ നിൽക്കുമ്പോഴും അവർ എൻ്റെ അടുത്ത് നിൽക്കുക റിപ്പോർട്ട് കയ്യിൽ പിടിച്ച്. അപ്പോൾ പക്ഷേ ഇവിടെ അകത്ത് കയറാൻ എനിക്ക് മാത്രമാണല്ലോ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കയ്യിൽ റിപ്പോർട്ട് തന്നു, ഞാൻ കയറി വന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഈ പേപ്പർ അടുക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആളുടെ CT സ്കാനിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോ എടുത്ത് അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പോഴാണ് അത് കാണുന്നത്. തലയോട്ടി അങ്ങനെ പൊട്ടിയിരിക്കുന്ന ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അന്നേരം വിചാരിച്ചു ആളില്ല. അപ്പം ഞാൻ എല്ലാവരും എന്നെ പറ്റിക്കുവാണോ, എന്താ ദൈവമേ കാണുന്നേ. ഞാൻ അപ്പം കരയാൻ തുടങ്ങിയതാണ് ഇവിടെ മുട്ടുകുത്തി നിന്ന്. എനിക്ക് പള്ളിയിലേക്ക് കയറിയപ്പം തുടങ്ങി ഭയങ്കര തലവേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു. അച്ഛനെ കാണുമ്പോഴും എല്ലാം ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ രൂപത്തിലോട്ടാണ് എനിക്ക് നോക്കാൻ പറ്റുന്നുള്ളൂ. അതേ അവസ്ഥയാണല്ലോ ഇപ്പോൾ എൻ്റെ ഭർത്താവിനും എന്നൊക്കെ എനിക്ക് ചിന്ത. ഇത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇതിനു മുമ്പ് ഞാനും ഹസ്ബൻഡും കൊച്ചുമാണ് ഇവിടെ വരാറ്. അപ്പം ഇനി ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഒരു വരവുണ്ടാവില്ലേ മാതാവേ, അതിന് നീ അനുഗ്രഹിക്കില്ലേ എന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു.
അതിനുശേഷം അച്ഛനെ കണ്ടു. അച്ഛൻ കാശുരൂപമൊക്കെ തന്നു, പ്രാർത്ഥിച്ചു. ഇതൊക്കെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ആ സ്റ്റെപ്പ് ഇറങ്ങിയത് എനിക്കുണ്ടായിരുന്ന ആ കഠിനമായ തലവേദന അപ്പം തന്നെ പോയി. അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങിയതേ ആങ്ങളെ വിളിച്ചു എങ്ങനെ ഉണ്ടെന്നറിയാൻ. അപ്പോൾ അത്രയും ദിവസം കുഴപ്പമില്ല, ഇത്രയും ദിവസത്തെ പോലെ തന്നെയാണ് എന്നൊരു മറുപടിയാണ് ഞാൻ കേട്ടിരുന്നത്. പക്ഷെ അന്ന് അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഒരു സന്തോഷമുള്ള സ്വരം, നല്ല മാറ്റമുണ്ട്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഒരു തുള്ളി പോലും പിന്നോട്ട് പോയിട്ടില്ല, മുമ്പോട്ട് വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. അപ്പം ഞാൻ എന്നും ICUവിൽ കയറി കാണുമ്പോൾ ആളുടെ ചെവിയിൽ വചനം പറഞ്ഞു കൊടുക്കും, പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്കും. മൊബൈലിലായാലും അവരവിടെ റെക്കോർഡ് ചെയ്തത് നമ്മൾ കൊടുത്താൽ കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. കണ്ണ് തുറന്നത് 2 ആഴ്ചയ്ക്ക് ശേഷമാണ്. 2 ആഴ്ചയ്ക്ക് ഓളം വെൻറ്റിലേറ്ററിലായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഒരു കണ്ണ് തുറന്നത്. ഇടത് സൈഡിലാണ് തലയ്ക്ക് ഇടിച്ചത്. അപ്പോൾ ഇടത് കണ്ണ് അപ്പോഴും തുറന്നിട്ടില്ല. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ഞാൻ പോയി അന്ന് നേരെ വൈകുന്നേരം ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് എന്തായാലും ചേട്ടാടുത്തൊന്ന് കയറണം, എന്നെ സമ്മതിക്കണം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഉള്ളിൽ കയറി കരയരുത്, എങ്കിൽ മാത്രം കയറ്റാം എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. അപ്പോഴും എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ കരയാതിരിക്കില്ല എന്ന്. എന്നാലും ഞാൻ പോയി എനിക്ക് ഈ കാശുരൂപവും തൈലം അവിടെ എത്തിക്കണം. അപ്പോഴും ഞാൻ ആദ്യം മുതൽ കയറുമ്പോൾ തൈലം കയ്യിൽ കൊണ്ടുപോകും. നഴ്സുമാർ കാണാതെ പ്രാർത്ഥിച്ച് വേഗം നെറ്റിയിലൊക്കെ വരച്ചിട്ട് പോരുക ചെയ്യുന്നത്. ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഒരു നേഴ്സ് ഇത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എല്ലാ ഡോക്ടർമാർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ തൈലവും കാശുരൂപമായിട്ട് അന്ന് വൈകുന്നേരം ആളുടെ അടുത്ത് കയറി. ഞാൻ തൈലം പുരട്ടുന്നത് നഴ്സ് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, കൃപാസനത്തിലെ എണ്ണയാണോ ചേച്ചി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. ചേച്ചി അത് അവിടെ വെച്ചേരെ, ഞങ്ങൾ ഇടയ്ക്ക് പുരട്ടി കൊടുത്തോളാമെന്ന് പറഞ്ഞു. ഞാനതപ്പോൾ അവിടെ വെച്ചു. കാശുരൂപം ഡ്രസ്സിൽ കുത്തി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പറഞ്ഞു, ക്ലീനിങ്ങിനൊക്കെ ഉള്ളൊരു ഡ്രസ്സ് മാറ്റുമ്പോൾ ചിലപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയേക്കാം, അതുകൊണ്ട് ബെഡിൽ കുത്തി വയ്ക്കാമെന്ന് പറഞ്ഞാൽ ആ നേഴ്സ് തന്നെ അത് ആളുടെ തലയുടെ അടുത്തായിട്ട് ബെഡിൽ കുത്തിവെച്ചു. അന്ന് തൊട്ട് എന്നും അവരും ആ തൈലം പുരട്ടും. ഞാൻ കയറുമ്പോഴും തൈലം പുരട്ടി കൊടുക്കും, പ്രാർത്ഥിക്കും. ആ കാശുരൂപവും തൈലവും ICUവിൽ 1 മാസം ആളുണ്ടായിരുന്നു. 1 മാസത്തിന് ശേഷം ICUവിൽ നിന്ന് പുറത്തിറക്കിയത്. ആ ഹോസ്പിറ്റലായിരുന്ന ദിവസങ്ങളിലെല്ലാം ഈ തൈലവും ആ കാശുരൂപവും ഇന്നും കൂടെയുണ്ട്. അപ്പോൾ മാതാവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴൊക്കെ വലിയ വിഷമത്തിലായിരുന്നു, ഇനി ഇങ്ങനൊരു വരവുണ്ടാവോ എന്ന്. അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞു, എനിക്ക് ആളെ കൂട്ടി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അമ്മ അനുവദിക്കണേന്ന്. അതിനമ്മ അനുവദിച്ചു. എനിക്ക് അതിലും വലിയ ഒരു അനുഗ്രഹം ഈ ജീവിതത്തിൽ കിട്ടാനില്ല. പിന്നീട് ആ സമയത്തൊന്നും എൻ്റെ ജോലി ലഭിച്ചെങ്കിലും അപ്പോയിൻമെൻറ്റ് പാസ്സായിരുന്നില്ല. എയ്ഡഡ് സ്കൂളാണ്. പക്ഷേ പുതുക്കലിന് ശേഷം ആ സമയത്ത് പുതുക്കി. അതിനുശേഷം എത്രയും വേഗം അപ്പോയിൻമെൻറ്റ് പാസ്സാക്കി തന്നു. പിന്നീട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഗവൺമെൻറ് ജോലി എന്നാണ്. എയ്ഡഡ് സ്കൂളിലാണെങ്കിലും PSC എക്സാമൊക്കെ എഴുതാറുണ്ട്. PSC നിയമനം ലഭിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇപ്പോൾ അതും സഫലമാകാൻ പോവാണ്. എനിക്ക് PSCയിൽ അഡ്വൈസ് ആയിട്ടുണ്ട്. അപ്പം എൻ്റെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കി മാതാവ് എനിക്ക് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എനിക്ക് ഓരോ അനുഗ്രഹങ്ങളും ഓരോ സാഹചര്യത്തിനൊത്ത് അമ്മ സാധിച്ചു തരുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ നിരാശപ്പെടും, നമ്മൾ നിയോഗം ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങ് സാധിച്ചു തരൂ എന്നുള്ളൊരിത്. പക്ഷേ നമ്മളെ ആ ഒരു ലക്ഷ്യം നമുക്ക് സാധിച്ചു തരാൻ വേണ്ടി അതിലേക്ക് എത്താനായിട്ടുള്ള ഓരോ മാർഗവും മാതാവ് സുഗമമാക്കി തീർത്ത് നമ്മളെ എല്ലാം പൂർത്തിയാക്കി ആ ലക്ഷ്യത്തിൽ എത്തിക്കുക ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ പത്രം വിതരണം ചെയ്യുന്നത് ടൗണിലൊക്കെ പോകുമ്പോൾ കടകളിലൊക്കെ കൊടുക്കാറുണ്ട്. സഹപ്രവർത്തകർക്കൊക്കെ വിതരണം ചെയ്യാറുണ്ട്. ഞാൻ പൊതുസമൂഹത്തിൽ പത്രം വിതരണം ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ ഒരു മടിയൊക്കെ തോന്നുമായിരുന്നു. പിന്നീട് ഒരു മടിയില്ലാതെ ഞാൻ ടൗണിൻ്റെ കോതമംഗലത്തൊക്കെ ടൗണിൽ ഒരു സൈഡിൽ നിന്ന് അങ്ങേ സൈഡ് വരെ ഞാൻ നടന്ന് വെയിലത്താണേലും ഞാൻ പോകും. അപ്പോൾ ഞാൻ പറയും, ഞാൻ ത്യാഗം സഹിച്ചോളാം, എനിക്ക് അമ്മ നന്മ തന്നാൽ മതി.
അപ്പോൾ ഞാൻ അങ്ങനെ പോയി പത്രം കൊടുക്കുമായിരുന്നു. വേണ്ട എന്ന് പറയുന്നവർക്ക് ഞാൻ കൊടുക്കാറില്ല. ഒരുപാട് പേര് പുച്ഛ മനോഭാവത്തോടെ നോക്കാറുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ശരിക്കും ഒരു സന്തോഷം തോന്നുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ആദ്യമൊക്കെ നമുക്കൊരു മടിയുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഇതിൻ്റെ പേരിൽ ഒരാൾ പുച്ഛിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാൻ തുടങ്ങി. ദൈവത്തിന് വേണ്ടിയാണല്ലോ ഇത് എന്നുള്ളൊരു തോന്നൽ. പിന്നെ പ്രാർത്ഥനയിൽ ഒരുപാട് പ്രാർത്ഥിക്കാനായിട്ടുള്ള വരം ലഭിച്ചു. ഹസ്ബൻഡാണെങ്കിലും ഇപ്പോഴും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാറായില്ലേ, സന്ധ്യ ആയാൽ ചോദിക്കും പ്രാർത്ഥിക്കാറായില്ലേ. എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകും. കുമ്പസാരമൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നീട് കാരുണ്യ പ്രവർത്തികൾ, ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇടയിൽ തന്നെ ഓരോ കുട്ടികളും പല കുറവുകളുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് ഞാൻ ആരോടും പറയാറില്ല, പക്ഷേ ഞാൻ അങ്ങനെ സഹായിക്കാറുണ്ട്. പിന്നെ ചുറ്റുമുള്ളവരിലും ആവശ്യമെന്ന് തോന്നുന്നവരെ എന്നാലാവുന്ന വിധം ഞാൻ സഹായിക്കാറുണ്ട്. ഇപ്പോഴും ഞാനൊരാൾ കുടുംബം നോക്കുമ്പം എനിക്ക് തികയാതെ വരുന്ന അവസ്ഥയുണ്ട്. പക്ഷേ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. നമുക്കൊന്നും ഇല്ലെങ്കിലും നമ്മൾ ആ ഇല്ലായ്മയിൽ നിന്നും നമ്മൾ പങ്കുവയ്ക്കണം. എൻ്റെ അമ്മ ചെയ്യുന്നത് ഞാൻ കുഞ്ഞിലെ മുതലേ അത് കാണാറുണ്ട്. അപ്പം എനിക്കും അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി. ഞാനും അങ്ങനെ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായി, നമുക്കില്ലാതെ വരുമ്പം ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് സഹായം അയച്ചു തരുന്നത്. ഇപ്പോഴും എനിക്ക് ഒരുപാട് സഹായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് എനിക്ക് സഹായങ്ങൾ എൻ്റെ ആവശ്യ നേരത്ത് എനിക്ക് എത്തിച്ചു തരുന്നുണ്ട് ദൈവം. അപ്പം ഞാൻ ഈ ഉടമ്പടിയിൽ നിന്നും പഠിച്ച വലിയൊരു പാഠം, നമ്മളിൽ നന്മയുണ്ടാവുക, നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, നമ്മുടെ കഴിവിനൊത്ത് മറ്റുള്ളവരെ സഹായിക്കുക. അതിൽ നിന്ന് ദൈവം നമ്മളെ ഒരുപാട് അനുഗ്രഹിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഈ വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.